ഹണിമൂണല്ലേ പറഞ്ഞേ? ശിവാനി തൃശൂലിനെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. അവരെവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു നമ്മൾ അറിഞ്ഞേ പറ്റൂ. അവരിനി എങ്ങോട്ട് പോയാലും അവരുടെ നിഴല് പോലെ നമ്മളും കൂടെ കാണില്ലേ? വാവ്, എന്താ ശിവാനി ഇത്? അമ്പലത്തിന്റെ വാതിൽ തന്നെ കോട്ടമതിൽ പോലെ ഇരിക്കുക. ഞാൻ എന്റെ ലൈഫിൽ ഇതുപോലൊരു അമ്പലം ആദ്യമായിട്ട് കാണുന്നേ. ഇത് കണ്ടിട്ട് നീ ഇങ്ങനെയൊക്കെ പറയാണെങ്കിൽ അകത്ത് കയറിക്കണ്ട നീ എന്തൊക്കെ പറയും? വാ. മായ, ഇവരെന്തിനായിരിക്കും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഹണിമൂൺ ആഘോഷിക്കാൻ വന്നവര് അമ്പലത്തിൽ കിടന്നിങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് എന്തിനാ? ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. ഇവര് വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. വാ, അവരുടെ പിറകെ തന്നെ നമുക്ക് പോയി നോക്കാം. ഒരുപാട് പഴയ അമ്പലം പോലെ ഇരിക്കുന്നുണ്ട്. ഏതോ ഒരു മഹാരാജാവ് നിർമ്മിച്ചു വെച്ച പോലെ തോന്നുന്നു. അതെ, ഇതാണ് ചന്ദ്രമൗലീശ്വര ക്ഷേത്രം. ചന്ദ്രഗ്രഹണ ദിവസം സാക്ഷാൽ മഹാദേവൻ തന്നെ ഋഷിമുനികൾക്ക് ദർശനം നടത്താറുണ്ടെന്നൊരു ഐതിഹ്യമുണ്ട് ഇവിടെ. ഓഹോ, തൃശൂർ ശിവാനി, ഈ അമ്പലത്തില് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നി. തൃശൂർ ഇത് കാടിന്റെ മധ്യത്തിലുള്ള അമ്പലമാണ്. ഇങ്ങോട്ട് പൂജാരിമാരല്ലാതെ മറ്റാരും വരാനുള്ള സാധ്യതയില്ല. അതും പൂജയുടെ സമയത്ത് മാത്രമേ പൂജാരിമാര് പോലും വരാറുള്ളൂ. വാ. നോക്ക് ത്രിവിക്രം, തൃശൂലായാലും ശിവാനിയായാലും ഒരു കാരണവശാലും നമ്മളെ കാണാൻ പാടില്ല. നമ്മൾ അവരുടെ പിറകെ ഉണ്ടെന്നറിഞ്ഞാൽ അവര് കാര്യങ്ങൾ ശ്രദ്ധിക്കും. അവര് ചെയ്യാൻ പോകുന്ന കാര്യം നമ്മളിൽ നിന്നും മറച്ചു വെക്കും. സൂക്ഷിച്ചിരിക്കണം. ശരി. ശിവാനി, കറക്റ്റ് സമയത്ത് തന്നെ വന്നേ. പൂജ നടക്കുന്ന കണ്ടില്ലേ? നീ ഇങ്ങോട്ടേക്ക് എന്ത് വിചാരിച്ചാണ് വന്നത് അത് 100% നിറവേറട്ടെ. നിറവേറിയേ പറ്റൂ തൃശൂർ. ചന്ദ്രമൗലേശ്വര, ഞാൻ ഇവിടേക്ക് വന്നത് ഗുരുദേവനെ സന്ധിക്കാനാണ്. എനിക്ക് നാഗലോകത്തിന്റെ ശാപം കിട്ടിയത് മുതൽ അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ആ സമയം അടുത്ത് വന്നിരിക്കുകയാണ്. ആദിശേഷനെ കുറിച്ച് പറയാൻ അദ്ദേഹം ഇന്ന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരുടെയും കണ്ടുമുട്ടൽ ഫലപ്രദമാവണേ ദൈവമേ. ഞാനിവിടേക്ക് ഒരാഗ്രഹ സബലീകരണത്തിന് വന്നതല്ല. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ശിവാനിക്ക് എന്റെ പ്രണയം എന്താണെന്ന് മനസ്സിലായി എന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയാൽ എനിക്ക് അത് മാത്രം മതി ദൈവമേ. സാക്ഷാൽ ഗുരുദേവൻ തന്നെ ഭൂമിയിലേക്ക് വരികയാണ്. അത് എന്നെയും ആദിശേഷനെയും ഒന്ന് ചേർക്കാൻ വേണ്ടി തന്നെയായിരിക്കും. അങ്ങനെ ഉണ്ടായാൽ അങ്ങയെ സാക്ഷി നിർത്തി ഞാനും ആദിശേഷനും ഒന്ന് ചേരും. ഇത് ഞാൻ അങ്ങേക്ക് തരുന്ന വാക്കാണ്. ദൈവമേ, എന്നെ ശിവാനെയും ഒന്നാക്കിയ ജീവിതകാലം മുഴുവൻ അവൾ നന്നായിട്ട് നോക്കിക്കൊള്ളാം. ഇത് ഞാൻ തരുന്ന വാക്കാ. മായ, അവര് കുറെ നേരമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നെന്താ? നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ? വേണ്ട, നമുക്കിവിടെ നിന്ന് തന്നെ അവരെ നോക്കാം. പൂജാരി, ഈ ചന്ദ്രഗ്രഹണത്തിന്റെ പൂജ എപ്പോഴാ? നാളെയാണ്. ശരി, എന്നാ പിന്നെ ഞങ്ങൾ നാളെ വരാം. ആയിക്കോട്ടെ. ശിവാനി, നമുക്ക് പോയാലോ? തൃശൂൽ, അത് എന്തുപറ്റി? അദ്ദേഹത്തിനോട് വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഒന്നുകൂടെ അമ്പലത്തിൽ നിന്ന് ചുറ്റി കണ്ടിട്ട് പോവാം. ശരി, ഓക്കെ. വരട്ടെ പൂജാരി. ശരി.
എന്തെങ്കിലും ചെയ്ത് ഇവന്റെ കണ്ണ് വെട്ടിച്ച് ഗുരുദേവനെ കാണാൻ പോയേ പറ്റൂ. തൃശൂൽ, ആ ഗോപുരം നോക്കിയാ എന്ത് ഭംഗിയെ കാണാൻ. ഗോപുരോ? ഓ അതോ? ആ സൂപ്പറായിട്ടുണ്ടല്ലോ. എല്ലാം ഒരുപാട് പഴയതാ. എത്ര ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അടിപൊളി തന്നെ. ഏത് കാലത്ത്? ശിവാനി, ഇവളത് എവിടെ പോയി? ഇവിടെയും കാണുന്നില്ലല്ലോ. ശിവാനി, ശിവാനി, ചേട്ടാ എവിടെ പോയതാ? എവിടെന്ന് വെച്ചെങ്കിൽ തേടാ. പൂജാന്റെ അടുത്ത്. ഗുരുദേവ, അങ്ങ് എവിടെയാണ് ഗുരുദേവ? പെട്ടെന്ന് വരൂ. ഗുരുദേവ, അങ്ങയുടെ ദർശനത്താൽ ഞാൻ ധന്യായിരിക്കാണ്. ഒറ്റയ്ക്കല്ലേ നീ വന്നിരിക്കുന്നത്? അല്ല ഗുരുദേവ, തൃശൂല എന്റെ കൂടെ ഉണ്ട്. അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. തൃശൂല? എന്തുപറ്റി ഗുരുദേവ? അവനെ വിളിച്ചോണ്ട് വരാൻ പാടില്ലായിരുന്നോ? എനിക്കത് അറിയില്ലായിരുന്നു. അവൻ വന്നില്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് ഇങ്ങോട്ട് വരാൻ വീട്ടുകാരെന്നെ അനുവദിക്കില്ലായിരുന്നു. കുഴപ്പമില്ല ഗുരുദേവ, നാഗലോകത്തിന്റെ ശാപത്തിനിരയായി അങ്ങയുടെ മാർഗനിർദ്ദേശം പോലും ഇല്ലാതെ ഞാൻ എത്രമാത്രം കഷ്ടതകൾ അനുഭവിച്ചു എന്ന് ആ മഹാദേവന് മാത്രമേ അറിയൂ. ഒന്നും ആലോചിക്കണ്ട ശിവാനി. അതിനൊക്കെയുള്ള പരിഹാരം കണ്ടെത്തിയാണ് നാം ഈ ഭൂലോകത്തിൽ എത്തിയിരിക്കുന്നത്. അതൊന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് ഗുരുദേവ. ചന്ദ്രഗ്രഹണത്തിന്റെ സമയം വരട്ടെ. കഴിഞ്ഞ 23 വർഷങ്ങളായി നീ അനുഭവിക്കുന്ന കഷ്ടതകളിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിക്കും. അപ്പോ എന്താണ് ആ വിഷയം ഗുരുദേവ? എന്റെ ആദിശേഷനെ കുറിച്ചാണോ അതോ നാഗമാണിക്യം മോഷ്ടിച്ചെടുത്തവരെ കുറിച്ചാണോ? നിന്റെ ചോദ്യത്തിന് എന്റെ പക്കൽ ഉത്തരമുണ്ടെങ്കിലും നിന്നോടത് പറയുവാനുള്ള സമയമായിട്ടില്ല ശിവാനി. എല്ലാ ഗ്രഹങ്ങളും ശരിയായ പഥത്തിൽ വരട്ടെ. അതുവരേക്കും നീ കാത്തിരുന്നല്ലേ പറ്റൂ. ഞാൻ തീർച്ചയായും അതുവരെ കാത്തിരുന്നോളാം ഗുരുദേവ. നാളെ ആരംഭിക്കുന്ന ചന്ദ്രഗ്രഹണത്തിന്റെ സമയം വരെ നിന്റെ മനസ്സിനെ നീ പിടിച്ചു നിർത്തണം ശിവാനി. വേറെ വഴികളില്ല. കുറഞ്ഞ പക്ഷം ഒരു സൂചനയെങ്കിലും തരൂ ഗുരുദേവ. എടുത്തു ചാടണ്ട ശിവാനി. ചന്ദ്രമൗലീശ്വരന്റെ സന്നിധിയിൽ നീ എത്തിയില്ലേ? ഇനിയും കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന്റെ സമയം വരുമ്പോൾ നിന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ നിന്റെ ശക്തികൾ തിരികെ ലഭിക്കും. അങ്ങനെ ആവട്ടെ ഗുരുദേവ. പോയി വരൂ. നാളെ ഇവിടെ തന്നെ നാം നിനക്ക് വേണ്ടി കാത്തിരിക്കും. ചന്ദ്രഗ്രഹണ സമയത്ത് തന്നെ ഞാൻ ഇവിടെ എത്തിയിരിക്കും. അങ്ങനെ അനുഗ്രഹിക്കണം. ശിവാനി, ശിവാനി, എന്റെ ശിവാനി, നീ ഇത് എവിടെ പോയി കിടന്നതാ? എത്ര നേരം അന്വേഷിക്കുന്നു അറിയോ? അത് ശിവാനി പ്ലീസ്, നീ ഇങ്ങനെ ചോദിക്കാതെയും പറയാതെ എവിടെയും പോവല്ലേ. ജീവൻ പോയതുപോലെ തോന്നി. തൃശൂൽ, എന്നെ പറ്റി നീ ആലോചിക്കണ്ട. ഞാൻ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത്. നീ സുഖമായിട്ടിരിക്കായിരിക്കും. നിന്നെ പറ്റി ആലോചിച്ച് എനിക്ക് BP ഷുഗറൊക്കെ വരും. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, പോവാം. മായ, ഇവർ രണ്ടുപേരും ഇതങ്ങോട്ട് പോയേ. ഇവിടെ കാണുന്നില്ല. നിനക്കറിയോ എവിടെയാന്ന്? ത്രിവിക്രം, അങ്ങോട്ട് നോക്ക്. അവനിങ്ങനെ ചിരിച്ചു നടക്കുന്ന കാണുമ്പോ പോയി രണ്ട് കൊടുക്കാനോ തോന്നുന്നു എനിക്ക്. നീ അങ്ങനൊന്നും ചെയ്യാൻ നിൽക്കരുതേ. നമ്മുടെ പ്ലാനൊക്കെ വെറുതെ ആവും. അല്ല, അവരിപ്പോ എന്തിനായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? അവരുടെ പുറകെ പോകാം, വാ. ശിവാനി, ഒരു കാര്യം ചോദിക്കട്ടെ? ശിവാനി, ചോദിച്ചോ. എന്താണ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ? എന്തു പറ്റി? നീ ഇടയ്ക്കിടയ്ക്ക് ഇതിനെപ്പറ്റി ചോദിക്കില്ല എന്നാണെങ്കിൽ പറയാം. മോയലിന് 3 കൊമ്പുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നേ. നീ പറഞ്ഞോ? നാളെ എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസം. നാളെ നിന്റെ ബർത്ത്ഡേ അല്ല, ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്ത ദിവസമല്ല. പിന്നെ എന്താണ് ശിവാനി, പറ. തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഓ, അത് ഈ പേരയ്ക്ക് കണ്ടാലുടനെ മരം കയറുന്ന പാർട്ടിയാണ് ഞാൻ.
വായിന്ന് അറിയാതെ വന്നു പോയതാ, ക്ഷമിച്ചോളാ. ഞാൻ 23 വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന നിമിഷം നാളെ വന്നു ചേരാ. എന്റെ സ്വപ്നം സത്യമാവാൻ പോവാ തൃശൂൽ. ഇത്രയും വർഷങ്ങൾ കൊണ്ടോ? 23 വർഷം എന്നൊക്കെ പറഞ്ഞാ നീ കൊച്ചുകുട്ടിയല്ലേ? നീ നിന്റെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ മുതല് സ്വപ്നം കാണാൻ തുടങ്ങിയായിരുന്നു. എന്തായിരുന്നു ആ സ്വപ്നം? പിന്നെയും തുടങ്ങിയോ നീ? ഓ, ഈ വാ വെറുതെ ഇരുന്നാലും നാക്ക് വെറുതെ ഇരിക്കില്ല. തെറ്റ് മുഴുവൻ ഈ നാക്കിന്റെ മാത്രം. അടി, ഞാൻ പാവല്ല ശിവാനി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രേ അറിയുള്ളൂ. ബാക്കിയൊക്കെ നാളെ അറിയാം. അത് കഴിഞ്ഞ് ഞാൻ പറയാം. ശിവാനി, എന്തുപറ്റി? കണ്ണ് തുറന്നുപിടി, കണ്ണു തുറക്ക്. അവരെവിടെയൊന്നും കാണുന്നില്ല മായേ. മായേ, നീ ഇത് കാണിക്കാനാണോ എന്നെ കൊണ്ടുവന്നേ? അവരകലുമെന്ന് കരുതിയതാ ഞാൻ. എന്നിട്ട് കൂടുതൽ അടുത്തോണ്ടിരിക്കുക. കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. മായേ, എനിക്കിനി ശിവാനിയും വേണ്ട, നിന്റെ ഒരു സഹായവും വേണ്ട. ബൈ. ത്രിവിക്രം, ഒരു മിനിറ്റ് നീ അവിടെ നിന്ന് നിൽക്കൂ. ഒരു നിമിഷം കൊണ്ട് എല്ലാത്തിനും തീരുമാനം എടുക്കാൻ പാടില്ല. നമ്മൾ നോക്കി കാണുന്ന പോലെ ആയിരിക്കണമെന്നില്ല ശരിക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ. നീ ഇതെന്തൊക്കെയാ പറയുന്നത്? ഞാനിപ്പോ കണ്ടത് കള്ളമാണോ? ചിലപ്പോ ആയിരിക്കാം. നീ വാ. ഇപ്പൊ ഓക്കെ നോക്ക്, ഇതാ നിന്റെ കണ്ണിലെ വീണേ. എടാ എടാ എടാ, ഞാൻ എത്ര ദിവസം കൊണ്ട് എന്റെ പ്രണയം മനസ്സിലാക്കിക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. എന്റെ പ്രണയം എന്താണെന്ന് എന്റെ കണ്ണ് അറിഞ്ഞിട്ടേ ഇല്ല. ഇതാണെങ്കിൽ ഇത്ര ഈസി ആയിട്ട് അറിഞ്ഞത്. അയ്യോ, നിന്നെ ഞാൻ എടാ, നിന്നെ വെറുതെ വിടണം. മതി മതി, നടക്ക്, റിസോർട്ടിലേക്ക് പോവാം. വരും മേഡം, പോകാം. Hello sir, how can I help you? ഹലോ, അത് ഞങ്ങൾക്കൊരു റൂം വേണം. Your name? തൃശ്ശൂര് ശിവാനി. ഇതെന്റെ ഭാര്യ. അതെന്തിനാ ഇവിടെ പറയുന്നേ? പിന്നെന്താ പറയണ്ടേ? നമ്മുടെ രണ്ടുപേരും ഭാര്യയും ഭർത്താവും. അവര് നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ പറഞ്ഞേ? ശിവാനി, ഇതൊക്കെ ഇവിടുത്തെ റൂൾസാ. ഈ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് കൊടുത്തല്ലേ പറ്റൂ. അതിന് ഭാര്യയാണെന്ന് എന്തിനാ പറഞ്ഞേ? കൂട്ടുകാരാണെന്ന് പറഞ്ഞ പോരായിരുന്നോ? ഞാൻ നിന്നെ താലി കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിന്റെ ഭർത്താവല്ലേ? അത് വീട്ടിലുള്ളവരുടെ മുന്നിൽ മാത്രം. പുറത്ത് വന്ന് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എനിക്ക് ഇഷ്ടമല്ല അത്. നീ എന്റെ സുഹൃത്തായിട്ട് മാത്രം ഇരുന്നാ മതി. അയ്യോ, ഇതെന്തൊരു കഷ്ടമാന്ന് നോക്കി. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത് ഇവിടെ എൻട്രി ചെയ്യായിരുന്നു. ഇതെന്റെ ഭാര്യ. നിങ്ങളാണെങ്കിൽ ഭാര്യ എന്ന് പറയുന്നു, അവരാണെങ്കിൽ സുഹൃത്താണെന്ന് പറയുന്നു. ഇതിലേതാ ഞാൻ വിശ്വസിക്കേണ്ടത്? ഭർത്താവെന്ന്? ശരി മാഡം, രണ്ടും വേണ്ട. കൂട്ടുകാരനായ ഭർത്താവെന്ന് എഴുതിക്കോ. എത്ര റൂം വേണം? ഒന്ന്. ഭാര്യയും ഭർത്താവാന്ന് പറയുന്നു, എന്നിട്ട് 2 റൂം വേണമെന്ന് പറയുന്നു. ശരിക്കും നിങ്ങൾ കല്യാണം കഴിച്ചവര് തന്നെയാണോ? ഹലോ മാഡം, എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നോക്ക്, സാക്ഷി ഇവിടെ തന്നെയുണ്ട്. ഞാൻ കെട്ടി താലിയത്. നിങ്ങൾ രണ്ടുപേരിലും ഒരു ഒത്തൊരുമ കാണുന്നില്ല. ഈ റിസോർട്ട് റെപ്യൂട്ടഡ് ആണ്. അതെ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങൾ നല്ല റെപ്യൂട്ടഡ് ഫാമിലിയിൽ തന്നെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സാക്ഷി വേണോ അല്ലേ? ഞങ്ങളുടെ കല്യാണ ഫോട്ടോ തന്നെ കാണിച്ചു തരാം. നോക്ക്. ഇപ്പൊ വിശ്വാസമായില്ലേ? ഇനിയെങ്കിലും ഒരു റൂം ഇതാ. ഒരു റൂം.
ശിവാനി പ്ലീസ് ഒരു മുറി തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്, ഇല്ലെങ്കിൽ അവർക്കൊക്കെ ഡൗട്ട് തോന്നുന്നു. പ്ലീസ്. സർ കീ വാങ്ങിക്കോളൂ. ദേ Thank you. റൈറ്റിലേക്ക്. അവരിങ്ങോട്ടായിരിക്കും വന്നിരിക്കുകയല്ലേ? ഇങ്ങോട്ടാണെന്ന് എനിക്ക് തോന്നുന്നേ. നമ്മൾ ഇവിടെ തന്നെ നിന്ന് അവരെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ഹലോ സർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് ഹായ്, യു? എനിക്കൊരു റൂം ബുക്ക് ചെയ്യണമായിരുന്നു. ഓക്കേ. യുവർ നെയിം? വിരാട് ആൻഡ് അനിക. പ്ലീസ് ഫിൽ ദിസ്. കുറെ ആയല്ലോ ഈ കിടന്ന് വിളിക്കുന്നേ. ത്രിവിക്രം, എന്തു പറ്റി? എന്റെ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്തോണ്ടിരിക്കുക. എന്താ കാര്യമെന്ന് അറിയണമല്ലോ. ത്രിവിക്രം, വേണ്ട. ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും എന്നെ ഫോൺ ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കും. നീ സംസാരിച്ച അത് വലിയ പ്രശ്നമാവും. എന്ത് പ്രശ്നമാവുന്ന? എവിടെയാണെന്ന് ചോദിച്ചാ നീ എന്ത് ഉത്തരം പറയും? വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറയും. അത് എവിടെയാണെന്ന് ചോദിച്ചാ സിറ്റിക്ക് പുറത്താണെന്ന് പറഞ്ഞാ പോരെ? സംശയം തോന്നുവർക്ക്. എന്താ? തൃശൂലും ശിവാനിയും ഇപ്പൊ വീട്ടിലില്ല, പുറത്താ ഉള്ളത്. ഈ സമയത്ത് നീയും പുറത്താണെന്നുള്ള കാര്യം അവരറിഞ്ഞ തൃശൂലിന് സംശയം ഉണ്ടാവും. നാളെ ഒരു പക്ഷെ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന വിവരം വീട്ടുകാർ അറിഞ്ഞേക്കാം. അതുവരെ നമ്മൾ ഇവിടെയുള്ള കാര്യം ആരും അറിയാൻ പാടില്ല. ഗുഡ്. നീ പറയുന്നത് ശരിയാ. ഫോൺ എടുക്കാതിരിക്കുന്നത് നല്ലത്. നമ്മുടെ കാര്യം നടക്കുന്നതുവരെ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ആരും അറിയണ്ട. നമുക്ക് നമ്മുടെ ജോലിയാണ് മുഖ്യം. അവരെ തമ്മിൽ അകറ്റുകയാണ് ലക്ഷ്യം. ആ വീണമോളെ പറ. ബ്രോ, നിങ്ങൾ അവിടെ എത്തിയോ? പിന്നെ ഞങ്ങൾ എപ്പോഴേ എത്തിയതാ? എത്തിയിട്ട് 1 മണിക്കൂറായി. ബ്രോ, ത്രിവിക്രം ബ്രോ നിങ്ങളുടെ കൂടെ എങ്ങാനും വന്നിട്ടുണ്ടോ? ത്രിവിക്രം റോയോ? ഇല്ല, എന്തു പറ്റി? അത് അവൻ ഇതുവരായിട്ടും വീട്ടിൽ വന്നിട്ടില്ല. അമ്മയാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുവാ. നിക്ക്, ഞാൻ അമ്മയ്ക്ക് ഫോൺ കൊടുക്കാം. ഹലോ തൃശൂൽ. അമ്മേ, ഈ കാര്യങ്ങൾ ടെൻഷൻ ആവോ? ബ്രോയെ പറ്റി അമ്മയ്ക്ക് അറിയില്ലേ? വരും, വിട്ടേക്ക്. ടെൻഷൻ ആവണ്ട. അല്ലടാ, എനിക്കെന്തോ വല്ലാത്ത പേടിയാവുന്നുണ്ട്. അച്ഛനും വീട്ടിലില്ല. ഈ സമയത്ത് എന്തെങ്കിലും... നാളെ വൈകിട്ട് ഞാനങ്ങ് വരുമല്ലോ. ബ്രോയോട് സംസാരിക്കാം. ഒന്നും സംഭവിക്കില്ല. അമ്മ സമാധാനമായിട്ടിരിക്കെ. ശരി. നിങ്ങളുടെ ക്ഷേത്ര ദർശനം നടത്തിയോ? ക്ഷേത്രത്തിൽ പോയി, പക്ഷെ പൂജ നാളെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? എന്നാ ശരി. ആ പിന്നെ തൃശ്ശൂർ, ഒരു കാര്യം കൂടി. ഇന്നാണ് ഗ്രഹണം. ഒരു കാരണവശാലും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്. അതൊട്ടും നല്ലതല്ലേ. ആ, അതൊക്കെ അറിയാമേ. ഞങ്ങൾ എവിടേക്കും പുറത്തേക്ക് പോവില്ല. നിങ്ങൾ അവിടെ ടെൻഷൻ അടിക്കാതെ സമാധാനമായിട്ടിരിക്കും. ശിവാനിയെ നീ പുറത്തേക്ക് വിടാതെ നോക്കിക്കോണം.